ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. റമളാൻ 17 ബദർ ദിനം. വിശ്വാസത്തിലും സ്വഭാവ ഗുണങ്ങളിലും സംസ്കാരത്തിലും എതിർ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ദിനം. ഒരു ബിന്ദുവിൻ്റെ പോലും പാരസ്പര്യമില്ലാത്ത വിധം രണ്ടു വിഭാഗങ്ങളും വേർതിരിക്കപ്പെട്ട ദിവസം. യൗമുൽ ഫുർഖാൻ. ബദറിനെ അള്ളാഹു അങ്ങനെ വിശേഷിപ്പിച്ചതിൻ്റെ സന്ദേശത്തെ ഖുർആൻ വിശദീകരിക്കുന്നു. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വഉഖറാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. പരസ്പരം ഏറ്റുമുട്ടിയ രണ്ടു കൂട്ടരിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഒരു വിഭാഗം ദൈവമാർഗത്തിൽ പടവെട്ടുകയായിരുന്നു, മറുവിഭാഗം സത്യനിഷേധികളും. സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുള്ളതായാണ് തോന്നിയത്. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ തൻ്റെ സഹായത്താൽ കരുത്തരാക്കുന്നു. തീർച്ചയായും ഉൾക്കാഴ്ചയുള്ളവർക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും ലഭിച്ചപ്പോൾ ദുർബലരുടെ സംഘം വിജയിച്ചു. ആയുധശക്തിയിലും ആൾബലത്തിലും അഹങ്കരിച്ച പ്രമാണിമാർ പരാജയത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചു. കാലം സാക്ഷി. ബദർ യുദ്ധം നടന്നില്ലായിരുന്നു എങ്കിൽ സത്യത്തിൻ്റെ, നീതിയുടെ, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ചരിത്രം ഭൂമിയിൽ സംഭവിക്കുമായിരുന്നില്ല. ഇന്നും തുടരുന്ന മനുഷ്യാന്തസ്സിൻ്റെയും പുരോഗതിയുടെയും പ്രയാണം വലിയൊരു സ്തംഭനത്തിൽപ്പെട്ട് നിശ്ചലമായി പോകുമായിരുന്നു. ബദർ ഒരു അനിവാര്യതയായിരുന്നു അന്ന്. പിന്നിട്ട 14 നൂറ്റാണ്ടുകളിലും ഏതു പ്രതിസന്ധിയിലും മുസ്ലിങ്ങൾ ആ അനിവാര്യതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നും ഇനി ലോകാവസാനം വരെയും ഈ അനിവാര്യതയെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം ലോകത്തിന് വെല്ലുവിളികളെ അതിജയിക്കാനാവൂ. എല്ലാ ശക്തിയും സംഭരിച്ചതിനു ശേഷം, എല്ലാ തന്ത്രവും അഭ്യസിച്ചതിനു ശേഷം നടത്തപ്പെടുന്ന ഗുസ്തി മത്സരമല്ല ബദർ എന്ന അനിവാര്യത, ബദർ എന്ന ജിഹാദ്, ബദർ എന്ന പോരാട്ടം. ഖുർആന്റെ ഭാഷയിൽ കുർഹുൻ അഥവാ അനിഷ്ടമായത്, അരോചകമായത് ആണ് യുദ്ധവും പോരാട്ടവും. കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും. യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് അനിഷ്ടകരമായിരിക്കെ. ദൗർബല്യത്തിൻ്റെ അതിശക്തിയിൽ സമർപ്പണത്തിനു സന്നദ്ധരാകുന്നവരെ അള്ളാഹു ചൂടിക്കുന്ന കിരീടമാണ് രക്തസാക്ഷിത്വം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചു പോയവരാണ് എന്ന് കരുതരുത്. സത്യത്തിൽ അവർ തങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവർ സന്തുഷ്ടരാണ്. തങ്ങളുടെ പിന്നിലുള്ളവരും തങ്ങളോടൊപ്പം വന്നെത്തിയിട്ടില്ലാത്തവരുമായ വിശ്വാസികളുടെ കാര്യത്തിലും അവർ സംതൃപ്തരാണ്. അവർക്ക് ഒന്നും പേടിക്കാനോ ദുഃഖിക്കാനോ ഇല്ല എന്നതിനാലാണ് അത്. മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടവരും പല സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചെത്തിയവരുമായ ആ രണ്ടു സംഘങ്ങളെ ഒടുവിൽ അള്ളാഹു ബദർ രണാങ്കണത്തിലെ സംഘട്ടനത്തിൽ എത്തിച്ചു. അവൻ തീരുമാനിച്ച, അവൻ നിർണയിച്ച, അവൻ ക്രമപ്പെടുത്തിയ അവൻ്റെ യുദ്ധം അതായിരുന്നു ബദർ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ ഭൂഗോളത്തിന് ആവശ്യമുണ്ടോ എന്ന മനുഷ്യരാശിയുടെ ചോദ്യത്തിനുള്ള പ്രപഞ്ചനാഥൻ്റെ ഉത്തരമായിരുന്നു ബദർ. നീണ്ട 13 വർഷത്തെ മർദ്ദന പീഡനങ്ങളെ തുടർന്ന് സ്വരാജ്യവും അവിടുത്തെ സകലതും ഉപേക്ഷിച്ച് പലായനം ചെയ്തു മദീനയിലെത്തിയ പ്രവാചകനും സ്വഹാബികൾക്കും പിന്നീട് പ്രതിരോധത്തിനുള്ള അള്ളാഹുവിൻ്റെ അനുമതി എത്തി. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും മുലിമൂ
വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തിനിരയായവർക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. കാരണം അവർ മർദ്ദിതരാണ്. ഉറപ്പായും അള്ളാഹു അവരെ സഹായിക്കാൻ പോന്നവൻ തന്നെ. തുടർന്ന് പ്രത്യാക്രമണത്തിനുള്ള വെളിപാടിറങ്ങി. കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് അനിഷ്ടകരമായിരിക്കെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും നാളുകൾ അവസാനിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ സന്ദേശം എത്തുമ്പോൾ സത്യവിശ്വാസികൾ മക്കയിൽ അവരെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഗോത്ര പാരമ്പര്യത്തിൻ്റെയും ബന്ധുബലത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും കവചത്തിനു പുറത്ത് 300 മൈൽ അകലെ ഒരു അന്യദേശത്തെ അഭയാർത്ഥികളായിരുന്നു, പരദേശികളായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു, ദുർബലരായിരുന്നു. അവിടെ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന്, ആ വിദൂരതയിൽ നിന്ന് തുടങ്ങാൻ ആയിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന. കാരണം വിജയം ആയുധശക്തിയുടെയോ ആൾബലത്തിൻ്റെയോ അല്ല, അത് അവനിൽ നിന്നുള്ളതാണ്, അവനിൽ നിന്നു മാത്രം. യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. തന്നെ സഹായിക്കുന്നവരെ ഉറപ്പായും അള്ളാഹു സഹായിക്കും. അള്ളാഹു സർവശക്തനും ഏറെ പ്രതാപിയും തന്നെ. ആദർശ ശുദ്ധിയുള്ളവർക്കും ധാർമ്മിക വിശുദ്ധിയുള്ളവർക്കുമുള്ള അവൻ്റെ പാരിതോഷികമാണത്. പുതിയ രാജ്യത്ത് വിദേശികളായി എത്തിയ തങ്ങളെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ചതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിലാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം എത്തുന്നത്. രണ്ടാലൊരു സംഘത്തിനുമേൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും. ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘമായിരുന്നു ആ രണ്ടെണ്ണത്തിൽ ഒന്ന്. തങ്ങളിൽ നിന്ന് കവർന്നെടുത്തതും തങ്ങൾ ഗത്യന്തരമില്ലാതെ ഉപേക്ഷിച്ചു പോന്നതിൽ നിന്ന് സമാഹരിച്ചതുമായ വൻതുക മുതലിറക്കി കച്ചവടം ചെയ്ത് വൻ ലാഭവുമായി മദീനയിലേക്ക് കുതിക്കുന്ന 60ഓളം വരുന്ന യാത്രാ സംഘത്തെ തടഞ്ഞു നിർത്താൻ പ്രവാചകനൊപ്പം പുറപ്പെട്ടു വന്നത് 313 പേരാണ്. ശത്രുക്കളേക്കാൾ 5 ഇരട്ടിയോളം വലുപ്പമുള്ള സംഘം. അബൂ സുഫിയാൻ സഞ്ചാരപഥം മാറ്റി ചെങ്കടൽ തീരത്തുകൂടി മക്കയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ റസൂലിനും സ്വഹാബത്തിനും മുന്നിൽ വന്നു നിൽക്കുന്നത് 1000 പേരടങ്ങുന്ന സർവായുധ സജ്ജമായ മക്കയുടെ പൂർണ്ണ സൈന്യമാണ്. മുസ്ലിങ്ങളെക്കാൾ 3 ഇരട്ടിയിലധികം വലിപ്പമുള്ള ശത്രു സംഘം. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവും രക്തദാഹിയുമായ അബൂജഹലിനാണ് അതിൻ്റെ നേതൃത്വം. 2 സാഹചര്യങ്ങളിലുമുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അനുപമ സൗന്ദര്യവും യുക്തിജ്ഞതയും നമുക്ക് കാണാനാവുന്നത്. താനും സംഘവും സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു, മടങ്ങി വരിക എന്ന സന്ദേശവുമായി അബൂ സുഫിയാന്റെ ദൂതൻ അബൂജഹലിൻ്റെ അടുത്തെത്തി. മുഹമ്മദിനെയും സംഘത്തെയും കൊന്നു തീർത്ത് 3 ദിവസം ആടിയും പാടിയും ആഘോഷിച്ചതിനു ശേഷമേ മടക്കമുള്ളൂ എന്നായിരുന്നു ആ ദൈവധിക്കാരിയുടെ പ്രഖ്യാപനം. താനും നാട്ടുപ്രമാണിമാരും കഴിഞ്ഞ 13 വർഷക്കാലം ചവിട്ടിമെതിച്ചിട്ട സത്യവിശ്വാസികളുടെ ദുർബല ശരീരങ്ങളെ നോക്കി അയാൾ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ഭാഷയിൽ തെറിവിളിച്ചു. ചാവാനുള്ള ജീവൻ പോലും ഇല്ലാത്തവർ എന്ന് പരിഹസിച്ചു. റസൂലിനെയും സ്വഹാബാക്കളെയും നോക്കി പോരിനിറങ്ങാൻ വെല്ലുവിളിച്ചു. ഭയാനകമായ ആ സാഹചര്യത്തിലും അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ഭരണാധിപനും സേനാധിപനുമായ പ്രവാചകൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും നേതാക്കളുമായി സംസാരിച്ച് അവരുടെ ആത്മാർത്ഥതയും സമർപ്പണവും ഉറപ്പുവരുത്തി. 2, അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായവും വിജയവും വന്നെത്തുന്നതിനായി സുജൂദിൽ വീണ് ഇടമുറിയാതെ കണ്ണീർ വാർത്ത് പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ സഹായം ഒടുവിൽ വന്നെത്തി. 1000 മുതൽ 5000 വരെയുള്ള മലക്കുകൾ തുടരെ ഇറങ്ങി. വാഗ്ദാനം പുലർന്നു. അബൂജഹൽ അടക്കം 70 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അത്രയും പേർ ബന്ദികളായി. സത്യവിശ്വാസികളിൽ നിന്ന് 14 പേർ രക്തസാക്ഷികളായി സ്വർഗം പോകി. റസൂലും സംഘവും തലയെടുപ്പോടെ മദീനയിലേക്ക് മടങ്ങി. ഒരു വാണിജ്യ സംഘവുമായി അടിപിടി കൂടി. ചരക്കുകൾ കവർന്നെടുത്തു വരുന്ന തസ്കര സംഘമായിട്ടല്ല, ആ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെ പരാജയപ്പെടുത്തി അവരുടെ പരാക്രമികളായ ധീരകേസരികളുടെ കഥ കഴിച്ച്
ആയുധം വെച്ച് കീഴടങ്ങിയ 70 സൈനികരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്രയായിരുന്നു അത്. എല്ലാ ധിക്കാരികളെയും അഹങ്കാരികളെയും നിലംപരിശാക്കിക്കൊണ്ടുള്ള വൻ വിജയം. അതായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. ദുർബലരുടെ ബലത്തിൽ, അശക്തരുടെ ശക്തിയിൽ പ്രപഞ്ചനാഥൻ അത് സാധ്യമാക്കി. നിങ്ങൾ നന്നെ ദുർബലരായിരിക്കെ ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ മഹാസംഭവത്തെ കുറിച്ച വാർത്ത നാടെങ്ങും പരന്നു. സമീപസ്ഥവും വിദൂരസ്ഥവുമായ രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ യശസ് എത്തി. അങ്ങനെ ബദർ കാലത്തിൽ, ചരിത്രത്തിൽ, ഭൂമിയിൽ തൗഹീദിൻ്റെ അഥവാ സത്യത്തിൻ്റെ, ഇസ്ലാമിൻ്റെ അഥവാ നീതിയുടെ, മുസ്ലിമിൻ്റെ അഥവാ അഭിമാനത്തിൻ്റെ സ്ഥാനവും സ്ഥിതിയും നിശ്ചയിച്ചു, നിർണയിച്ചു. അന്നു മുതൽ അതിജീവനത്തിനും ആത്മാഭിമാനത്തിനുമുള്ള മാർഗവും മാതൃകയുമായി ബദർ അറിയപ്പെട്ടു. പ്രവാചക ജീവിതത്തിൽ പിന്നിട്ട 6 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച മറ്റു യുദ്ധങ്ങളുടെയും ഹുദൈബിയ സന്ധിയുടെയും ഒടുവിൽ ഹിജ്റ 8-ാം വർഷത്തിലെ മഹത്തായ മക്ക വിജയത്തിൻ്റെയും കവാടമായിരുന്നു ബദർ. പിൽക്കാലങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ആക്രമണത്തിന് വന്ന എല്ലാ ധിക്കാരികളുടെയും പതനത്തിലേക്കുള്ള രാജവീഥിയായി ബദർ നിർണയിക്കപ്പെട്ടു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിൻ്റെ 2 നാൾ മുമ്പ് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തീരുമാനമെടുത്തു. കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത ഒരു 17കാരനെ, ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച സൈന്യത്തിൻ്റെ പടത്തലവനാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം മുതിർന്ന അനുചരന്മാർ അംഗങ്ങളായുള്ള 3000-ൽ താഴെ മാത്രം ഭടന്മാരുള്ള ആ സംഘത്തെ നയിക്കാൻ ഉസാമയുടെ യോഗ്യത കായബലവും ആയുധാഭ്യാസവുമായിരുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവിടെ ജനിച്ചു വളർന്നതിൻ്റെ വിശുദ്ധിയായിരുന്നു ആ സേനാധിപന്റെ യോഗ്യത. ഉക്കാദ് ചന്തയിൽ അടിമയായി വിൽക്കപ്പെട്ടതിനെ തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഉടമസ്ഥതയിൽ എത്തിപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അവർ പിന്നീട് തിരുദൂതർക്ക് സമ്മാനിച്ചു. ആ സയ്യിദിന്റെ പുത്രനാണ് ഉസാമ എന്ന അധസ്ഥിത വിഭാഗത്തിൻ്റെ പ്രതിനിധി. മംഗോളിയൻ പടയോട്ടത്തെ 1260-ൽ ഫലസ്തീനിലെ ഐൻ ജാലൂത്തിൽ വെച്ച് പിടിച്ചുകെട്ടിയ അടിമ വംശത്തിലെ സുൽത്താൻ റുക്നുദ്ദീൻ ബേബറസ് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം പിറന്ന മറ്റൊരു ഉസാമയായിരുന്നു. ഉസാമ തുറന്നിട്ട ഈ കവാടത്തിലൂടെയാണ് പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവും പടനയിച്ച് റോമ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നത്. അതേ വർഷം തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യയുടെ ദർബാറിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുന്നു. ഈ 2 മഹായുദ്ധങ്ങളിലും മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 36,000-നും 40,000-നും ഇടയിലായിരുന്നപ്പോൾ ശത്രു സൈന്യത്തിന് 70,000-ൻ്റെയും 1,00,000-ൻ്റെയും ഇടയിലുള്ള അംഗസംഖ്യയാണ് ഉണ്ടായിരുന്നത്. അക്കാലത്തെ ഏറ്റവും നൂതനമായ ആയുധ സന്നാഹങ്ങളും ഈ 2 വൻ ശക്തികൾക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ പരാജിതരായി. കൂറ്റൻ സാമ്രാജ്യങ്ങൾ ശിഥിലമായി. ദുർബലരും അശക്തരുമായ ഒരു ന്യൂനപക്ഷം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവനിൽ സമർപ്പിച്ച് ത്യാഗസന്നദ്ധരായി മുന്നോട്ട് വന്നപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ സഹായവും വിജയവും എത്തിയിട്ടുണ്ട്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വൻ സംഘങ്ങളെ ജയിച്ചടക്കിയത്. പഴയകാല ചരിത്രത്തിലെ യുദ്ധവിവരണങ്ങളിൽ അവസാനിക്കുന്നതല്ല പോരാട്ട മൈതാനങ്ങളിലെ ഇസ്ലാമിൻ്റെ അത്ഭുത കഥകളുടെ അധ്യായങ്ങൾ. 30 മാസങ്ങൾ ഒരു കൊച്ചു ഭൂപ്രദേശത്തിലെ ചെറിയ ജനതയ്ക്കു നേരെ ലോക വൻശക്തികൾ ഒന്നിച്ചു ചേർന്ന് നിരന്തരമായ കൂട്ടക്കൊലകൾ നടത്തിയതിനു ശേഷവും ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിനു ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാരെ യാചിച്ച് സന്ധി ചെയ്ത് മോചിപ്പിക്കേണ്ടി വന്നതിൻ്റെ ചരിത്രം നമ്മുടെ ജീവിതകാലത്തിൻ്റെ വിരൽ തുമ്പിലുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള 2 ദശകങ്ങളിൽ 2 വലിയ സാമ്രാജ്യങ്ങളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ചതിൻ്റെ വീരചരിത്രമുണ്ട് ഗ്രാമീണരായ അഫ്ഗാൻ പോരാളികൾക്ക്. മുസ്ലിങ്ങളുടെ കബന്ധങ്ങൾക്ക് മേൽ ആഘോഷ നൃത്തം ചെയ്തു മതിച്ചു തിമിർക്കാൻ മദ്യകുംഭങ്ങളും ലാസ്യ നർത്തകികളുമായി ബദറിലെത്തിയ അതേ അബൂജഹൽ തന്നെയാണ്
ഇന്നും അതേ വേഷഭൂഷാദികളോടെ മുസ്ലിങ്ങളുടെ ചോരയ്ക്കും മാംസത്തിനും ആർത്തിപൂണ്ട് അറബിക്കടലിലും മധ്യധരണി ആഴിയിലും വന്നു പോരിന് വിളിക്കുന്നത്. യാങ്കികൾക്കും യഹൂദികൾക്കും അറിയില്ല റുസ്തമിന്റെ വംശത്തെ. ക്രിസ്തുവിന് ശേഷം 636 മുസ്ലിങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞ കാര്യം. ഖാദിസിയായുടെ നായകൻ ബദറിന്റെ പുത്രൻ സഅദിന്റെ പിന്മുറക്കാർ അവരെയും കാത്ത് സന്നദ്ധരായിരിക്കുകയാണ് എന്നതാണ് സത്യം. അതെ, അന്ന് ബദറിൽ ആദ്യത്തെ അമ്പെയ്ത് ശത്രുപാളയത്തെ വിറപ്പിച്ച പോരാളി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീര്യവും ശൗര്യവുമുള്ള വിശ്വാസികളുടെ പട പേർഷ്യൻ ഉൾക്കടലിന്റെ വടക്കേ തീരത്ത് അവർക്കായി കാത്തിരിപ്പുണ്ട്. ബദറും ഖാദിസിയായും യർമൂക്കും എന്തെന്ന് നേരിൽ കണ്ട് പുതിയ റുസ്തമിനും ഹിർക്കലിനും ശവമഞ്ചങ്ങളിലും മടങ്ങാം. കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത 2 ബാലന്മാരുടെ വെട്ടേറ്റു നിലംപതിച്ച അബൂജഹലിനെ പോലെ. ബദറിന്റെ ചരിത്രം തെളിമയാർന്നതാണ്. ബദറിന്റെ സന്ദേശം സുവ്യക്തമാണ്. ബദറിന്റെ പാഠം ഭൂതകാലത്തെന്ന പോലെ വർത്തമാനത്തിലും ഭാവിയിലും ആവർത്തിക്കാനുള്ളതുമാണ്. അസത്യത്തിനുമേൽ സത്യം വിജയിച്ച ധർമ്മസമരത്തിൻ്റെ വിശ്വമാതൃകയാണ് ബദർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.